അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും സ്വാലിഹീങ്ങളിലും അതുപോലെ തന്നെ സ്വർഗത്തിൻ്റെ അവകാശികളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ വിധത്തിലുള്ള അദാബുകളെ തൊട്ടും അള്ളാഹു നമ്മെ എല്ലാവരെയും കാക്കുമാറാവട്ടെ. പിന്നെ തറാവീഹിൻ്റെ ആ തിരക്കിലായി മാറും. ആ സമയത്ത് എൻ്റെ ഉമ്മമാരും എൻ്റെ ഉപ്പമാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മഹാന്മാരായ പ്രവാചകന്മാർ അവരൊക്കെ ഒരുപാട് കണ്ട് ദുആ ചെയ്യുമായിരുന്നു. എന്ത്? എൻ്റെ ഉമ്മത്തിൽ പെടാൻ അവർ ദുആ ചെയ്തിരുന്നു. മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം എപ്പോഴും ദുആ ചെയ്യും, അല്ലാഹുമ്മ ജഅൽനി ഉമ്മത്ത മുഹമ്മദ്. അല്ലാഹുവേ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ ഒരു അനുയായി ആയിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്യുമായിരുന്നു. അപ്പോൾ കൂടെയുള്ള ആളുകൾ ചോദിച്ചു, എന്തിനാണ് താങ്കളൊരു പ്രവാചകരല്ലേ, എന്തിനാണ് അങ്ങനെ ദുആ ചെയ്യുന്നത്? ആ സമയത്ത് മഹാനവർകൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? കുറച്ച് രാവുകൾ ഉമ്മത്ത് മുഹമ്മദിന് അള്ളാഹു കൊടുത്തിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രാവുകളിൽ അവർ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും, അവരുടെ മനസ്സിലുള്ള എന്ത് ഹലാലായ മുറാദുകൾ ചോദിച്ചാലും അള്ളാഹു അത് സഫലീകരിച്ചു കൊടുക്കും. അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. എന്നിട്ട് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ഒരു രാവാണ് പെരുന്നാൾ രാവ്, ഈദുൽ ഫിത്റിന്റെ രാവ്. നാളെ പെരുന്നാളാണെങ്കിൽ ഇന്നത്തെ രാത്രി, അതുപോലെ നാളെ ബലിപെരുന്നാളാണെങ്കിൽ ഇന്നത്തെ രാത്രി, രണ്ട് പെരുന്നാളുകളുടെ രാത്രി ദുആക്ക് ഇജാബത്തുള്ള രാത്രിയാണ്. അതുകൊണ്ട് ഞാൻ ആ രാവുകളിൽ ദുആ ചെയ്യുന്ന ഒരു ഉമ്മത്തിയായി മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി അത് നമുക്കാർക്കും അല്ലാഹു നൽകിയിട്ടില്ല. ഒരു രാത്രിയുണ്ട്, ആ രാത്രിയിൽ ഇബാദത്ത് ചെയ്താൽ വർഷങ്ങളോളം ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ് കിട്ടുക. അത് ഉമ്മത്ത് മുഹമ്മദിന് മാത്രമാണ് അല്ലാഹു കൊടുത്തിട്ടുള്ളത്. അത് കിട്ടാനാണ് ഞാൻ ദുആ ചെയ്യുന്നത് എന്ന് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്. എന്നിട്ട് മഹാനവർകൾ പറയുന്നു, റമളാനിന്റെ ഒന്നാമത്തെ രാവ്, ഇന്ന് റമളാനാണെന്നറിഞ്ഞാൽ അല്ലെങ്കിൽ നാളെ റമളാൻ ഒന്നാണെന്നറിഞ്ഞാൽ ആ രാത്രിയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, എൻ്റെ ഉമ്മമാരും ഉപ്പമാരും മുത്തു മുഅ്മിനീങ്ങളെ ശ്രദ്ധിച്ചു കേട്ടോ. റമളാൻ ഒന്നാണ് എന്നറിഞ്ഞാൽ, റമളാനിന്റെ പിറ കണ്ടു എന്നറിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒന്ന് അൽഹംദുലില്ലാ എന്ന് പറയലാണ്. അൽഹംദുലില്ലാ എന്ന് പറയലാണ്. കാരണം റമളാൻ നാളെയാണ്, ഇന്ന് നിലാവ് കണ്ടില്ല, നാളെ മഗ്രിബിന് സമയത്തെ നിലാവ് കാണൂ എന്നാണെങ്കിൽ നമ്മൾ റമളാനിലേക്ക് പ്രവേശിച്ചിട്ടില്ല. ആ സമയത്തെങ്ങാണ് നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മളൊക്കെ ഭാഗ്യം കുറഞ്ഞവരാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരു റമളാനിനെ സ്വീകരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകിയില്ല. എന്നാൽ അതൊക്കെ മാറി നമ്മൾ റമളാനിലേക്ക് പ്രവേശിച്ചാൽ അള്ളാഹു വലിയൊരു തൗഫീഖാണ് നൽകിയിട്ടുള്ളത്. രണ്ട് സ്വഹാബിമാർ മരണപ്പെട്ടു. ഒരാള് സാധാരണ മരണമാണ് സംഭവിച്ചത്, മറ്റൊരാൾക്ക് ജിഹാദിൽ ഷഹീദാവുകയാണ് ചെയ്തത്. രണ്ടുപേരും സ്വർഗത്തിൽ കടക്കുവാൻ ഒരുങ്ങുന്ന സമയത്ത് ആദ്യം സ്വർഗത്തിലേക്ക് പോയത് ആ സ്വാഭാവിക മരണം സംഭവിച്ച സ്വഹാബിയാണ്. ചോദിച്ചു, നബിയെ, ആ ജിഹാദിൽ പങ്കെടുത്ത സ്വഹാബിയല്ലേ സ്വർഗത്തിലേക്ക് പോവേണ്ടത്? ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ആ സാധാരണ മരണം സംഭവിച്ച സ്വഹാബി അവന്റെ ജീവിതത്തിൽ ഒരുപാട് റമളാനുകൾ സ്വീകരിച്ചിരുന്നു എന്നാണ്. അപ്പൊ റമളാൻ ജീവിതത്തിലേക്ക് വരിക എന്നത് വലിയ അസുലഭ മുഹൂർത്തമാണ്. അതുകൊണ്ട് ആ റമളാനിലേക്ക് ഞാൻ പ്രവേശിച്ചത് കൊണ്ട് എന്ത് പറയണം? അൽഹംദുലില്ലാ എന്ന് പറയുക. ആ സമയത്ത് ചില ആളുകൾ ചിന്തിക്കും, അല്ലാഹുവേ, ഇന്ന് കാണാതെ നാളെ കണ്ടിരുന്നെങ്കിൽ ഒന്ന് നന്നായിരുന്നു. കാരണം ഇന്ന് തന്നെ ആ നിലാവ് കണ്ടാൽ പിന്നെ തറാവീഹ് നിസ്കാരം തുടങ്ങലായി, പിന്നെ നാളെ നോമ്പായി, അതൊരു തയ്യാറെടുപ്പായിട്ടില്ല. അതുകൊണ്ട് നാളെ കണ്ടാൽ മതി എന്ന് ചിന്തിക്കുന്ന ചില യുവാക്കളൊക്കെ ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത്, ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ആ റമളാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക എന്നുള്ളത് എൻ്റെ മുഅ്മിനീങ്ങളെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അതിൻ്റെ ആ ഒരു ശ്രേഷ്ഠത നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ റമളാൻ ഒന്ന് നാളെയായാൽ മതി എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത്, നബി തങ്ങൾ പറഞ്ഞത്, റമളാനിൻ്റെ ശ്രേഷ്ഠത അറിഞ്ഞിരുന്നെങ്കിൽ ലതമന്നൗ അൻ തകൂന സനതു കുല്ലുഹാ റമളാൻ, ഈ വർഷം മുഴുവനും
വർഷം ഞാൻ ജീവിക്കുന്ന കാലം മുഴുവനും റമളാൻ ആയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടായേനെ. കാരണം റമളാനിൻ്റെ ശ്രേഷ്ഠത അറിഞ്ഞിരുന്നെങ്കിൽ റമളാൻ്റെ ശ്രേഷ്ഠത നമുക്കാർക്കും അറിയില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നുമില്ല. അപ്പോൾ റമളാൻ ഒന്നാണെന്നറിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് അൽഹംദുലില്ലാ പറയലാൻ, അല്ലാതെ നാളെ ആയാൽ മതിയായിരുന്നു എന്ന ചിന്തയല്ല. അൽഹംദുലില്ലാ പറയലാൻ, അൽഹംദുലില്ലാ പറയലാൻ മഹാന്മാരായ പ്രവാചകന്മാർക്ക് പോലും കിട്ടാത്ത സൗഭാഗ്യമാണ് പാപികളായ നമുക്ക് അല്ലാഹു നൽകുന്നത് റമളാൻ. അപ്പോൾ ആ ദുആ ഇങ്ങനെ പറയുക, അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വാരിക്കോരി ചൊരിയുന്ന ഒരു രാത്രിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ദുആക്ക് ഏറ്റവും കൂടുതൽ ഇജാബത്തുള്ള രാത്രിയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാനിൻ്റെ ഒന്നാമത്തെ രാത്രിയുടെ പ്രത്യേകതകളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞൊരു ഹദീസാണ് ഇനി പറയാൻ പോകുന്നത്. മുത്ത് റസൂല് പറയുന്നു, റമളാനിൻ്റെ ആദ്യത്തെ രാത്രിയിൽ അല്ലാഹു തആല മനുഷ്യരിലേക്ക്, അല്ലാഹുവിൻ്റെ അടിമകളിലേക്ക് നോക്കുമെന്നാണ്. പ്രത്യേകമായി അല്ലാഹു നോക്കും. റഹ്മത്തിൻ്റെ ഒരു കാരുണ്യത്തിൻ്റെ നോട്ടം അല്ലാഹു നോക്കുമെന്നാണ്. ആ കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുമ്പോൾ ആ കാരുണ്യത്തിൻ്റെ നോട്ടം ആർക്കൊക്കെ കിട്ടിയോ അവൻ്റെ ജീവിതം ദുനിയാവിലും ആഖിറത്തിലും അത് വിജയിക്കുന്നതാണ്. മാത്രമല്ല ആ ദുനിയാവിലെ പരീക്ഷണങ്ങൾ ആഖിറത്തിലെ പരീക്ഷണങ്ങളെ തൊട്ട് അല്ലാഹു തആല അവനെ രക്ഷപ്പെടുത്തുന്നതാണ്. മാത്രമല്ല ഖബർ ശിക്ഷയെ തൊട്ടും അതുപോലെ സിറാത്ത് എന്ന പാലത്തിലെ ആ വലിയ അദാബുകളെ തൊട്ടും ഒക്കെ അല്ലാഹു കാക്കുന്നതാണ്. മാത്രമല്ല ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ അല്ലാഹു കടത്തുന്നതുമാണ്. ആരെ? ആ റഹ്മത്തിൻ്റെ നോട്ടം കിട്ടിയ ആളുകൾ. എപ്പോഴാണ് അല്ലാഹു നോക്കുന്നത്? റമളാനിൻ്റെ ഒന്നാമത്തെ രാത്രി. ഇനിയോ ആ റമളാനിൻ്റെ ഒന്നാമത്തെ രാത്രി അല്ലാഹു റഹ്മത്തിൻ്റെ നോട്ടം കിട്ടുന്ന കുറച്ച് വിഭാഗം ആളുകളുണ്ട്. എല്ലാവർക്കും ആ നോട്ടം, അല്ലാഹുവിൻ്റെ ആ റഹ്മത്തിൻ്റെ നോട്ടം കിട്ടുകയില്ല. 1-2 ആളുകൾക്ക് മാത്രമാണത് കിട്ടുക. ആർക്കാണത്? 4 വിഭാഗം ആളുകൾക്ക് അല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം കിട്ടുകയില്ല. ഒന്നാമത്തേത് മാതാപിതാക്കളോട് പിണങ്ങിക്കഴിയുന്ന ആളുകളാണ്. മാതാപിതാക്കളോട് വഴക്കിട്ട് കഴിയുന്ന ആളുകളാണ്. അവർക്ക് അല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം കിട്ടുകയില്ല. കാരണം ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് വഹ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ എന്നാണ്. കാരുണ്യത്തിൻ്റെ ചിറക് താഴ്ത്തി കൊടുക്കണം എന്ന് പറയപ്പെട്ട വിഭാഗമാണ് മാതാപിതാക്കൾ. അവരോട് കരുണ കാണിച്ചില്ലെങ്കിൽ പിന്നെ അല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം എങ്ങനെ കിട്ടും നമുക്ക്? അതോടൊപ്പം തന്നെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ, കഞ്ചാവിന് അടിമപ്പെട്ട യുവാക്കൾ ഉണ്ടാകും, അതുപോലെ മദ്യപാനത്തിന് അടിമപ്പെട്ട യുവതികൾ ഉണ്ടാകും. നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടമെന്നും കിട്ടില്ല. പിന്നെയോ മൂന്നാമതായി മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കുടുംബബന്ധം, സിലത്തുർ റഹിം, കുടുംബബന്ധം മുറിക്കുന്ന ആൾ. അല്ലാഹു തആല പറയുന്നു, അന റഹ്മാൻ, ഞാൻ കരുണയുള്ളവനാണ്, ഞാൻ റഹ്മാനാണ്. അതുപോലെ തന്നെ കുടുംബ ബന്ധത്തിന് അള്ളാഹു കൊടുത്തിട്ടുള്ള പേര് റഹീം എന്നാണ്. ഷഖഖ്തു ഇലാ ഇസ്മി, കുടുംബ ബന്ധത്തെ എൻ്റെ പേരിനോട് ചേർത്തിരിക്കുന്നു. അതായത് അള്ളാഹുവിൻ്റെ പേര് റഹ്മാൻ എന്നാണ്, കുടുംബ ബന്ധത്തിന് അള്ളാഹു പറഞ്ഞ പേര് റഹീം എന്നാണ്. കരുണയാണ്. കരുണയുണ്ടാവണം കുടുംബത്തോട്, ജ്യേഷ്ഠനോട്, അനുജനോട്, ഉമ്മയോട്, വാപ്പയോട്, ഭാര്യയോട്, മക്കളോടൊക്കെ സ്നേഹവും അനുകമ്പയും ഉണ്ടായാൽ മാത്രമേ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം നമുക്ക് കിട്ടുകയുള്ളൂ. നാലാമതായി ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, പരസ്പരം പിണങ്ങിക്കഴിയുന്ന 2 കൂട്ടുകാർ അല്ലെങ്കിൽ അയൽവാസികൾ, കുടുംബക്കാർ, അവർക്കും അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടുകയില്ല. ഈ 4 വിഭാഗം ഒഴിച്ച് ബാക്കിയുള്ളവർക്കെല്ലാം അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടും. പക്ഷേ അങ്ങനെ റഹ്മത്ത് കിട്ടണമെങ്കിൽ 1-2 കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തേത് ദുആ ചെയ്യലാണ്. ദുആ ചെയ്യലാണ്. റമളാൻ ഒന്നാണെന്നറിഞ്ഞാൽ ആ രാത്രി തന്നെ നമ്മൾ ദുആ ചെയ്യാൻ തുടങ്ങണം. ഏത്? മുത്ത് റസൂല് പഠിപ്പിച്ച ദുആ, അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ. റമളാൻ 1 മുതൽ 30 വരെ നമുക്ക് ദുആ ചെയ്യാം. പ്രത്യേകിച്ച് റമളാൻ 1 മുതൽ 10 വരെ പ്രത്യേകം നമ്മൾ ചെയ്യേണ്ട ഒരു ദിക്റാണ്, പ്രത്യേകം നമ്മൾ പറയേണ്ട ഒരു ദുആയാണ്. അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ. കരുണയുള്ള അല്ലാഹ്, നീ എനിക്ക് കരുണ ചെയ്യണേ. ഇതിനേക്കാൾ വലിയൊരു ദുആ ഉണ്ടോ? കരുണയുള്ള റബ്ബേ, എനിക്ക് നീ കരുണ ചെയ്യണേ. ആ ദുആ ഇങ്ങനെ പറയുമ്പോൾ ഒരു അടിമയുടെ മനസ്സിൽ നിന്നും വലിയ വിഷമത്തോടെ, സങ്കടത്തോടെ, വളരെ പ്രതീക്ഷയോടെ ഈ ദുആ ഇങ്ങനെ വരുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്കുണ്ടാകും. ഈ ഒരു ദിക്ർ എല്ലാ നിസ്കാരത്തിന് ശേഷവും നമുക്ക് ചെല്ലാം, അതല്ലാത്ത സമയത്തും ചെല്ലാം.
നിസ്കാരത്തിന് ശേഷം മാത്രമാക്കണ്ട, അല്ലാത്ത നമ്മുടെ ജോലി സമയത്തും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലായിരിക്കുന്ന സമയത്തും നമ്മൾ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ റമദാനിൽ 24 മണിക്കൂറും നമുക്ക് ചൊല്ലാൻ പറ്റിയ ഒരു ദിക്റാണ് അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ. ഇതൊരു ദുആയും കൂടിയാണ്. അല്ലാഹുവേ, റഹ്മാനായ അല്ലാഹ്, കരുണയുള്ള റബ്ബേ, എനിക്ക് നീ കരുണ ചെയ്യണേ. ഇതിങ്ങനെ ദുആ ചെയ്യുമ്പോൾ അല്ലാഹു ആ ദുആ സ്വീകരിച്ച് നമുക്ക് അല്ലാഹുവിൻ്റെ കരുണ കിട്ടും. ഈ ദുആ റമദാൻ 1 മുതൽ 10 വരെ റഹ്മത്തിന്റെ 10ൽ പ്രത്യേകം നമ്മൾ മറന്നു പോവാതെ ചൊല്ലേണ്ട ദുആയാണ് അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ എന്നുള്ളത്. അപ്പോൾ ഈ ദുആ ചെയ്യുക, അല്ലാഹുവിൻ്റെ കരുണയുണ്ടാകും. അതോടൊപ്പം തന്നെ റമദാൻ ഒന്നാണെന്നറിഞ്ഞാൽ അന്നത്തെ മഗ്രിബ് നമ്മൾ മുടക്കാൻ, ഒരു മഗ്രിബും നമ്മൾ മുടക്കാൻ പാടില്ല. ഇത് നമുക്ക് സംശയമുണ്ടാകും, ഇന്ന് റമദാൻ ഒന്നാകുമോ, ഇന്ന് നിലാവ് കാണുമോ എന്ന് സംശയമുള്ള ആ ശക്കുള്ള ദിവസമാണെങ്കിൽ അന്ന് എന്തായാലും നമ്മൾ മഗ്രിബിന്റെ ജമാഅത്ത് മുടക്കാൻ പാടില്ല. അതുപോലെ ഇശാഇന്റെ ജമാഅത്ത്, ഇശാ ഇനി ഒന്നാണ് എന്ന് അറിഞ്ഞാൽ നമുക്ക് ആ ഇശാ നിസ്കാരത്തിന് ശേഷം പിന്നെ തറാവീഹ് തുടങ്ങുകയാണ്. ചില യുവാക്കൾ ഇനി നാളെ തൊട്ടാവാം, ഇന്നൊരു തയ്യാറെടുപ്പായിട്ടില്ല, ഒന്ന് ഉഷാറാവാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ കൂടിയൊക്കെ ചെയ്യാനുണ്ട് എന്ന് വിചാരിച്ച് ആരും ആ തറാവീഹൊന്നും മാറ്റിവെക്കാൻ പാടില്ല. എൻ്റെ ഉമ്മമാരും ചിലപ്പോൾ ജോലിയൊന്നും ചെയ്ത് തീർന്നിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ഇനി നാളെ തൊട്ട് നിസ്കരിക്കാം എന്നൊന്നും ആരും വിചാരിച്ച് ആ തറാവീഹ് കളയരുത്. കാരണം റമദാനിൻ്റെ ആദ്യത്തെ രാത്രിയിൽ പ്രത്യേകമായി നബി തങ്ങൾ പറഞ്ഞത്, ഇന്നത്തെ രാത്രി, ഈ റമദാനിന്റെ 1ാമത്തെ രാത്രിയാണ് അള്ളാഹുവിൻ്റെ കരുണയുടെ നോട്ടം അള്ളാഹു നോക്കുക. ആ നോട്ടം കിട്ടിയാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. ആ നോട്ടം കിട്ടിയാൽ പിന്നെ ദുന്യാവിലും രക്ഷപ്പെട്ടു, ആഖിറത്തിലും രക്ഷപ്പെട്ടു. ആ നോട്ടം കിട്ടാനാണ് 4 വിഭാഗം ആളുകൾക്ക് ആ നോട്ടം കിട്ടില്ല എന്ന് പറഞ്ഞു. ഇനി ആ നോട്ടം കിട്ടാൻ നമ്മൾ ദുആ ചെയ്യുക. ഏത് ദുആ? അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ. അതുപോലെ തന്നെ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് സൂറത്തുൽ ഫത്ഹ് നമ്മൾ ഓതുക. സൂറത്തുൽ ഫത്ഹ് ഓതാൻ ഒരു 5, 6, 7 മിനിറ്റ് കൂടിപ്പോയാൽ മതി. ഒന്നുകിൽ അത് ഇശാ മഗ്രിബിന്റെ ഇടയിൽ സമയം കണ്ടെത്തി ഓതുക, അല്ലെങ്കിൽ നമ്മൾക്ക് ആ തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ വെച്ച്, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ വീട്ടിൽ വെച്ച്, മൊബൈലിലൊക്കെ ഓതാനുള്ള സൗകര്യമുണ്ടല്ലോ. ചെറിയ ഒരു 10-30 ആയത്ത് ഏകദേശമുള്ളൂ, ആ ഒരു ചെറിയൊരു സൂറത്ത് അത് ഓതുക. സൂറത്തുൽ ഫത്ഹ് റമദാനിന്റെ 1ാമത്തെ രാവിൽ ഒരു മനുഷ്യൻ ഓതിയാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം ഏതെന്നറിയോ? മഹാന്മാരായ ഉലമാക്കൾ, മഹാനായ ഇമാം ഗസാലി തങ്ങൾ അവിടുത്തെ ഇഹ്യായിലൊക്കെ പറയുന്നതായി കാണാം. ആ സൂറത്ത് ഒരു മനുഷ്യൻ എല്ലാ ദിവസവും ഓതിയാൽ എല്ലാ വിധത്തിലുള്ള ആപത്തുകളെ തൊട്ടും അള്ളാഹു കാക്കുമെന്നാണ്. സൂറത്തുൽ ഫത്ഹ് പ്രത്യേകിച്ച് SSLC പരീക്ഷ എഴുതുന്ന എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ പരീക്ഷ എഴുതുകയാണ്, അല്ലെങ്കിൽ റിസൾട്ട് ഒക്കെ കാത്തിരിക്കുകയായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് ഓതാൻ പറ്റിയ ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. അത് ഓതിയിട്ട് നിങ്ങൾ മനസ്സുരുകി നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യൻ, നല്ല മാർക്കുണ്ടാകും. അള്ളാഹു തആല തൗഫീക്ക് നൽകുമാറാവട്ടെ. അതുകൊണ്ട് എൻ്റെ ഉമ്മമാര്, ഉപ്പമാര് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഓതാൻ പറ്റിയാൽ വളരെ വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് റമദാനിന്റെ 1ാമത്തെ രാവിൽ ഓതിയാൽ മഹാന്മാരായ ഉലമാക്കൾ പറയുന്നു, അവൻ്റെ ദാരിദ്ര്യം, അവൻ്റെ കടം, പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, നഷ്ടങ്ങൾ സംഭവിക്കുക, കഷ്ടങ്ങൾ സംഭവിക്കുക, ഇതൊക്കെ അല്ലാഹു തആല മാറ്റുമെന്നാണ്. സൂറത്തുൽ ഫത്ഹ് ഓതിയാൽ എപ്പോൾ? എല്ലാ ദിവസവും, പ്രത്യേകിച്ച് റമദാനിന്റെ 1ാമത്തെ രാവിൽ ഓതിയാൽ അത് ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ തറാവീഹ് നിസ്കാരം മറക്കണ്ട. അതോടൊപ്പം തറാവീഹ് കഴിഞ്ഞും അല്ലാത്തപ്പോഴുമൊക്കെ ഒരു ദിക്റുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനന്നാർ. റമദാൻ 1 മുതൽ 30 വരെ നമ്മൾ മുടക്കാതെ ചൊല്ലേണ്ട ആ ഒരു ദിക്റാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനന്നാർ. ഈ ദിക്ർ ചൊല്ലുക. അതോടൊപ്പം അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ എന്ന ദിക്ർ നമ്മൾ ചൊല്ലുക, ആ ദുആയും പറയുക. അതുപോലെ അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി എന്ന് പറഞ്ഞ ആ ഒരു മാസപ്പിറവി കാണുമ്പോഴുള്ള ദിക്ർ അതും മറന്നു പോവണ്ട. അതോടൊപ്പം തന്നെ സൂറത്തുൽ ഫത്ഹ് മറന്നു പോവണ്ട. തറാവീഹ് നിസ്കാരം എന്തായാലും ഉണ്ടെങ്കിൽ അത് നിസ്കരിച്ചേ മതിയാകൂ. ഇതൊഴിവാക്കിയാൽ നമ്മൾ ഇന്ന് തൊട്ടേ റമദാൻ വന്നപ്പോഴേ നമ്മളൊരു ഉഴപ്പിൻ്റെ, നമ്മളൊരു അലസതയുടെ ഒരു മനോഭാവമാണെങ്കിൽ പിന്നെ റമദാനിൻ്റെ ബാക്കി ദിവസങ്ങളിൽ നമുക്ക് അത് തന്നെ ഉണ്ടാവൂ. അപ്പോൾ ഇന്ന് മുതലേ നമ്മൾ തുടങ്ങുക. റമദാൻ 1 മുതലേ നമ്മൾ തുടങ്ങുക. റമദാൻ 1ന്റെ രാവ് മുതലേ നമ്മൾ തുടങ്ങുക. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു ഈ റമദാനിനെ ഒരുപാട് കണ്ട് പ്രയോജനപ്പെടുത്തി സ്വർഗ്ഗത്തിൽ കിടക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
ആ ഒന്നാമത്തെ രാവിൽ എന്തൊക്കെ ശ്രേഷ്ഠതകളാണ് ഉള്ളതെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അള്ളാഹു നമ്മെ എല്ലാവരെയും കാക്കുമാറാവട്ടെ. ഒരുപാട് പേര് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്, കമൻറ്റിലൂടെയും അല്ലാതെയും ഒക്കെ. അള്ളാഹു അവരുടെയും നമ്മുടെയും എല്ലാവിധത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും മാറ്റി സുഖവും സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാ, നമ്മളിവിടെ പറയുന്ന ദീനിയായ ഒരുപാട് ഇൽമുകൾ ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു ആ കഷ്ടപ്പാടിനൊക്കെ വലിയ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും അവർക്കും നമുക്കും കേൾക്കുന്ന നമുക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പറയുന്ന ഇൽമുകൾ നിങ്ങളിലേക്ക് എത്തുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ചു കൊടുത്താൽ ഒരു വലിയ സ്വതക്കയുടെ പ്രതിഫലമാണ് അള്ളാഹു നൽകുക, അറിവ് പകർന്നു കൊടുത്ത പ്രതിഫലമാണ് അള്ളാഹു നൽകുക. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പിലേക്ക്, നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കളിലേക്കൊക്കെ ഈ വരുന്ന വീഡിയോകൾ ഇസ്ലാമികപരമായ ഒരുപാട് ഇൽമുകളാണ് ഈ ഓരോ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് വരുന്ന ദിവസങ്ങളിൽ ഇതുപോലെ റമളാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് അറിവുകൾ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ എന്ന ഈ പുണ്യമായ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തുമ്പോൾ അതൊക്കെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.